ഒത്തിരി പ്രാർത്ഥിച്ചു, ഒത്തിരി ഉപവസിച്ചു, അവൻ മാറുന്നില്ല. എന്നോട് ദൈവം പറയുന്നേ, ഇവൻ മാറാൻ പോവാ. യേശു ഇന്ന് രാവിലെ എബിനെ തൊടാൻ പോവാ. രസവണ്ണ, എല്ലാ കയ്യിലിരിപ്പും നിന്റെ കയ്യിലുണ്ട്, കൂട്ടുകാരൊത്തിരി ഉണ്ട്, വണ്ടിയോട് ക്രൈസാ, ഭയങ്കര സ്പീഡ് ഓടിക്കും. പ്ലംബർ വീട് വെച്ചോ, കംപ്ലീറ്റ് ആവുന്നില്ല, 15 വർഷമായി, അത് തീരാൻ പോവാ. യേശു എന്നോട് പറയുക, നിന്റെ വീട് തീരാൻ പോവാ, നിന്റെ വീടിന്റെ പണി പൂർത്തീകരിക്കും ദൈവം. അവസ്ഥകളൊക്കെ ഇന്ന് രാവിലെ ദൈവം മാറ്റാൻ പോവാ. നിന്റെ കൊച്ചൊരു അത്ഭുതമായിട്ട് മാറും. വേണ്ട, ഒരു ദൂത് ഞാൻ പറഞ്ഞിപ്പോ വിടാൻ പോവാ. ഇവൻ ഇന്ന് തൊട്ട് ഒരു കൂളും ആവത്തില്ല. ഇനി ഒരു കൂൾ വെച്ചാൽ ദൈവം തന്നെ കിടി തരും. 16 വയസ്സ് ഇനി വേണ്ട. വേണോ? വേണ്ട. ഇവൻ രക്ഷപ്പെടും കേട്ടോ. ഇവൻ 2 കാര്യം ഒരുമിച്ച് ചെയ്യും. ഇവനൊരു സുവിശേഷകനാവും, ജോലിയും ചെയ്യും. ഇവൻ ഈ +2 പാസ്സാവും. ഇനി ഒരു ലഹരി ഉപയോഗിക്കത്തില്ല. എടാ, ഞാൻ ശരിക്കും നിന്നെ തുടക്കത്തിൽ കണ്ടതാ കേട്ടോ. മോളുണ്ട്, അവളെ ഒരു വൈദേശിക രാജ്യം വരെ പോകും. അവളെ ദൈവം ആദരിക്കും. എന്നോട് ദൈവം പറഞ്ഞു, ഒത്തിരി കഷ്ടപ്പെട്ട അവളെ നേഴ്സിങ്ങിനെ വിട്ട്. അവൾക്ക് ഇടയ്ക്ക് ഫീസ് കൊടുക്കാൻ പറ്റാതെ വിഷമിച്ചൊരു സന്ദർഭമൊക്കെ നിനക്കുണ്ട്. നീ അന്ന് വല്ലാണ്ട് കരഞ്ഞു ചോദിച്ചു, ദൈവമേ, ഈ കോഴ്സ് കംപ്ലീറ്റ് ചെയ്യത്തില്ലയോ എന്ന്. ആത്മാവെന്നോട് പറയുക, ഈ കോഴ്സ് അവൾ കംപ്ലീറ്റ് ചെയ്യും. ഒരു മഞ്ഞു പൊടിയുന്ന രാഷ്ട്രം വരെ അവളെത്തും. ദൈവം സ്ഥിതിഗതികൾക്ക് മാറ്റം വരും. നിങ്ങളുടെ ദേശത്തൊരു ഉണർവുണ്ടാകും. ആ ഉണർവിന് നിങ്ങൾ സാക്ഷികളാകും. നിങ്ങളുടെ തലമുറകൾ ആ ഉണർവിന്റെ വക്താക്കളായി മാറുമെന്ന് ഇന്ന് രാവിലെ യേശു പറയുക.